നമസ്കാരം. ചിത്രാഞ്ജലി വിശേഷങ്ങൾ പറയുന്നതിന് മുമ്പ് എനിക്കൊപ്പം നാടകത്തിലും രാഷ്ട്രീയത്തിലും സിനിമയിലുമെല്ലാം കുറേ കാലം കൂടെ ഉണ്ടായിട്ടുള്ള സതീശനെ ഒന്ന് കാണണമെന്ന് ചിലരെങ്കിലും പറയുകയുണ്ടായി. സതീശനെ ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുകയാണ്. ഇതാണ് അന്നത്തെ ഞാനും, ഇത് ഇന്നത്തെ സതീശനും. ഹുസൈൻ സാർ പറഞ്ഞു, നാളെ മമ്മൂക്കയുടെ കിഴക്കൻ പത്രോസിൻ്റെ ഡബ്ബിങ് ആരംഭിക്കുകയാണ്. രാവിലെ മമ്മൂക്ക വരും, പിന്നെ രാജൻ പി ദേവ്, രാജു മണിയൻപിള്ള രാജു അടക്കമുള്ള നിരവധി താരങ്ങളുള്ളൊരു പടമാണ്. മറ്റേ ജനാർദ്ദനൻ ചേട്ടനൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ വരുന്നുണ്ട്. അതിനിടയിൽ ഗ്യാപ്പ് കിട്ടുമ്പോഴാണ് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഞങ്ങൾ ചാൻസ് കൊടുക്കുന്നത്. ചിലപ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ, ചിലപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിലായിട്ട് നിങ്ങൾക്ക് അവസരം തരാൻ കഴിയും. ഹൃദയത്തിൽ വെള്ളിടി വെട്ടിയ പോലെയായി. ഞാൻ തുറന്നു പറഞ്ഞു, ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് തിരിച്ചു പോകുന്ന രീതിയിൽ വെറൊരു 1000 രൂപയും കയ്യിൽ വെച്ച് പുറപ്പെട്ടതാണ്. ഇപ്പോൾ തന്നെ റൂം റെൻറ്റും വണ്ടി രാവിലെ ഓട്ടോറിക്ഷ ഓടിയും എല്ലാം കൂടി പകുതി പൈസ തീർന്നു. ഇനി 500 രൂപയായിട്ട് താഴെ കയ്യിലുള്ളൂ. പുള്ളി ഒരു നിമിഷം നിശബ്ദനായി. പിന്നെ പറഞ്ഞു, നിങ്ങൾക്ക് നിൽക്കണമെങ്കിൽ നിന്നാലേ ചാൻസ് കിട്ടുള്ളൂ, അല്ല നിങ്ങൾ തിരിച്ചു പോവുകയാണ് പിന്നെ നിങ്ങളെ വിളിച്ചു കൊണ്ടുവരല് എളുപ്പമല്ലല്ലോ. പിന്നെ ഒരു കാര്യം ഞാൻ ഹെൽപ്പ് ചെയ്ത് തരാം. പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ നിന്ന് രാവിലത്തെ ടിഫിൻ, ഉച്ചയ്ക്ക് ഊണ്, വൈകുന്നേരം 4 മണിക്കുള്ളൊരു ചായ, അത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇപ്പം മന്ത്രിയുടെ ആൾക്കാരായി വന്നതല്ലേ എന്ന് പുള്ളി കോമഡിയും പറഞ്ഞു. അതിൽ വേണമെങ്കിൽ ഞാനൊന്ന് സൗകര്യം ചെയ്തു തരാം, ബാക്കി കാര്യങ്ങൾ നിങ്ങൾ തന്നെ സാമ്പത്തികം നോക്കണം എന്ന് പറഞ്ഞു. തിരിച്ച് നടക്കുമ്പോൾ സതീശൻ ചോദിച്ചു, എങ്ങനെയാണ് വിജയേട്ടാ, ആകെ 450 രൂപ കയ്യിലുണ്ട്, 7 ദിവസം താമസിക്കാനുള്ള റൂം റെൻ്റ് തന്നെ നല്ലൊരു സംഖ്യ വേണം, രാത്രി ഭക്ഷണം കഴിക്കണം, തിരിച്ചു പോകാനുള്ള വണ്ടിക്കൂലി വേണം, നമ്മൾ എന്ത് ചെയ്യും? പക്ഷേ മമ്മൂട്ടി വരുന്ന ഒരു സിനിമയിൽ ഒരു ചെറിയ ശബ്ദം കൊടുക്കാനുള്ള ചാൻസ് ആണെങ്കിലും അത് ഒഴിവാക്കി പോരാൻ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. പിറ്റേന്ന് രാവിലെ 6 മണി വരെ അവകാശമുള്ള ലോഡ്ജിൽ നിന്ന് നേരത്തെ ഇറങ്ങി ബാഗുകളുമായിട്ടാണ് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെത്തിയത്. അന്ന് ആദ്യമായി ഒരു ദൈവം പോലെ മമ്മൂട്ടി മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതും ആദ്യമായി സിനിമ ഭക്ഷണം കഴിച്ചതും ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ നിന്നാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ആ 7 ദിവസം പറഞ്ഞതുപോലെ തള്ളിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി നടന്മാരെ കൺമുന്നിൽ ഇങ്ങനെ അടുത്ത് കാണാൻ കഴിയുന്നതും സൗഹൃദമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവരുമായിട്ടൊന്ന് പുഞ്ചിരി പരസ്പരം സമ്മാനിക്കാൻ അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങൾ എന്നെ സംബന്ധിച്ച് എന്താണ് അതിന് പറയുക എന്നുള്ള വാക്കുകൾ എനിക്കിപ്പോൾ പറയാൻ കിട്ടില്ല. അതെ, ഒന്നാമത്തെ ദിവസം ചിത്രാഞ്ജലിയിൽ നിന്ന് രാത്രി ഇറങ്ങി 3 ഇഡ്ഡലിയോ 3 ദോശയോ അതിൻ്റെ ചട്നിയോ മാത്രം കഴിച്ച് രാത്രി ഭക്ഷണം ചിലവ് ചുരുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. 7 ദിവസം അതായിരുന്നു ഞങ്ങളുടെ ഭക്ഷണം. അടുത്ത കടമ്പ ലോഡ്ജാണ്. എടുത്ത ലോഡ്ജിന് ഒരു ദിവസം 150 രൂപ രാവിലെ ഗമയിലെടുത്താണ്. പക്ഷേ തുടരാൻ കഴിയില്ല. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡിലെത്തി. ഓട്ടോറിക്ഷക്കാരോട് ചോദിച്ചു, വാടക കുറവുള്ള വല്ല ലോഡ്ജും കിട്ടാനുണ്ടോ? അവർ ഞങ്ങളെ നോക്കി, പരസ്പരം നോക്കി, ചെറിയൊരു പരിഹാസച്ചിരിയൊക്കെ മുഖത്തുള്ള പോലെ ഞങ്ങൾക്കറിയുന്നുണ്ട്. പറഞ്ഞു, കുറച്ചും കൂടെ നടന്നാൽ KSRTC സ്റ്റാൻഡിൽ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയ വലതുഭാഗത്ത് മരത്തിൻ്റെ തൂണൊക്കെ ആയിട്ട് ഒരു വഴിയിലോ, ഒരു പേര് പറഞ്ഞ പേര് ഞാനിപ്പോൾ പറയുന്നില്ല, വർഷങ്ങൾക്ക് മുമ്പാണല്ലോ, അവിടെ വാടക കുറവുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അവിടേക്ക് നടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ലോഡ്ജിലെത്തിയപ്പോൾ തന്നെ ആകെ അവിടെ ഇവിടെയൊക്കെ മാറാല പിടിച്ചൊരു ശ്രദ്ധയില്ലാത്തൊരു മീശക്കൊമ്പൻ മാനേജർ ഒരു അലസമായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ആളെ സൂക്ഷിച്ചൊക്കെ നോക്കി എവിടെ നിന്ന് വരുന്നു എന്നൊക്കെ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ റൂമിന് ഒരു ദിവസം 50 രൂപയെ വാടകയുള്ളൂ. അത്ഭുതപ്പെട്ടു, 50 രൂപയ്ക്ക് റൂമൊന്നും കിട്ടില്ല. നേരെ റൂം എടുത്തു. ഞങ്ങൾ പറഞ്ഞു, അങ്ങനെ ഒരാഴ്ചയോളം ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഒരാഴ്ച തങ്ങാൻ കഴിയുന്നില്ല എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ അങ്ങനെ ഗതികേട് കൊണ്ടാണ് പൈസ കയ്യിലില്ല എന്നൊക്കെ പറഞ്ഞ് കാര്യമൊക്കെ പറഞ്ഞ് കയ്യിലെടുത്ത് രാഷ്ട്രീയക്കാരുള്ള അത് തന്ത്രപരമായി സംസാരിച്ച് റൂമിലോ ഇങ്ങനെ വലിയ മകുടമൊക്കെ ഉള്ള ഒരു ദേഷ്യം കൊണ്ട് എന്നെ ഇനിയും ഇങ്ങനെ ജോലി ചെയ്യിക്കാനുള്ളൂ എന്ന് പറഞ്ഞ് മുരളുന്ന ഒരു വലിയ ഫാനും, കട്ടിലൊക്കെ ഒരു സിംഗിൾ കട്ടിൽ പോലെ വീതി കുറഞ്ഞ് അതിലെ കിടക്കയൊക്കെ നടുഭാഗം കുഴിഞ്ഞിരിക്കുന്നു, ഒരു തരം ദുർഗന്ധം പോലെ തോന്നുന്ന കട്ടിൽ. ബാത്റൂമിൽ ചെന്നാൽ പഴയ സിമൻറ്റ് അഴുകിയതിലുള്ള സിമൻറ്റ്, ഒരു വൃത്തിയില്ലാത്ത ലോഡ്ജ്. അവർ വെറുതെ കിട്ടുന്ന വാടകയും കയ്യിലാക്കിയിരിക്കുക എന്നാണ് ഞങ്ങൾ പഠിച്ചത്. അങ്ങനെ റൂമിൽ കയറി ഞങ്ങളുടെ ഗതികേടായാലും സതീശ നമുക്കിങ്ങനെ ഒരു ചാൻസ് ആദ്യം കിട്ടിയില്ലേ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ കൊതുകടി വേറെയുണ്ട്, മൂട്ടയുണ്ട്, ചുമരിലിങ്ങനെ മൂട്ടയൊക്കെ ഒന്ന് അടയാളമൊക്കെ കാണുന്ന ആ ഒരു വൃത്തികെട്ട ഒരവസ്ഥയിൽ സിനിമയുടെ ഒരു ത്യാഗം, എല്ലാ സിനിമക്കാർക്കും ഇത്തരം ത്യാഗമുണ്ട് തന്നെ വിശ്വസിക്കുന്നു. ഇതിൻ്റെ ബാക്കി കഥ പറയാൻ ഒരു എപ്പിസോഡ് കൂടി ആവശ്യമുണ്ട്.
തൽക്കാലം സമയം പാലിച്ച് ഞാൻ ഈ എപ്പിസോഡിനോടും വിട പറയുന്നു.